ശാസ്ത്രദീപ്തി. പശ ഉപയോഗിക്കാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ. പശ വാങ്ങുന്ന ബോട്ടിലുകളിലോ ട്യൂബുകളിലോ അവ ധാരാളം കാലം കേടുകൂടാതെ നിലനിൽക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എല്ലാം ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ അവയുടെ ബോട്ടിലിനുള്ളിൽ ഒട്ടിപ്പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? പശ അതിന്റെ ബോട്ടിൽ അടച്ചിരിക്കുമ്പോൾ അതേപോലെ തന്നെ തുടരുകയും എന്നാൽ അല്പമൊന്ന് പുറത്തെടുത്താൽ അപ്പോൾ തന്നെ കട്ട പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥ നാം കാണാറുണ്ട്. എന്നാൽ എല്ലാത്തിനെയും ഒട്ടിക്കുന്ന പശ എന്താണ് വർഷങ്ങൾ ഇരുന്നാലും അവയുടെ ബോട്ടിലിന്റെ ഉള്ളിൽ ഒട്ടിപ്പിടിക്കാത്തത്? ചെറിയൊരു ആകാംക്ഷ ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഇതിന് പിന്നിലെ കാരണക്കാരൻ മറ്റാരുമല്ല, നമ്മുടെ വെള്ളം തന്നെയാണ്. ഒരുമാതിരിപ്പെട്ട പശകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് വിവിധങ്ങളായ രാസവസ്തുക്കളും പോളിമറുകളും ഉപയോഗിച്ചാണ്. പശിമയുള്ളതും നീണ്ടു കിടക്കുന്നതുമായ പോളിമറുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പശ നിർമ്മാതാക്കൾ ഏറ്റവും ഉപയോഗപ്രദമായ പോളിമറുകൾ തിരഞ്ഞെടുത്താണ് അവരവരുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിന്റെ ശാസ്ത്രത്തിലേക്ക് വരാം. വെള്ളമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞുവല്ലോ. വെള്ളമാണ് ഇവിടെ ലായകമായി പ്രവർത്തിക്കുന്നതും നമുക്ക് ആവശ്യമുള്ള സമയം വരെ പശയെ ദ്രാവക രൂപത്തിൽ നിലനിർത്തുന്നതും. ഒരു പേപ്പർ ഒട്ടിക്കാനായി നാം അതിലേക്ക് പശ പുരട്ടുമ്പോൾ അത് വായുവുമായി സമ്പർക്കത്തിലാവുന്നു. അതുവഴി ആ വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയും വെള്ളം നഷ്ടപ്പെടുന്നതോടെ പശ വരണ്ടുണങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ പശിമയുള്ള പോളിമറുകൾ അവശേഷിക്കുകയും അവ ഒട്ടിക്കുന്ന ധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയ്ക്ക് മെക്കാനിക്കൽ അഡ്ഹഷൻ എന്നാണ് പറയുന്നത്. ഇനി വളരെ വേഗം ഒട്ടുന്ന സൂപ്പർ ഗ്ലൂവിന്റെ കാര്യമെടുക്കാം. അതിന്റെ ശാസ്ത്രം അല്പം വ്യത്യസ്തമാണ്. അവയിൽ സാധാരണ പോളിമറുകൾക്ക് പകരം സയനോ അക്രിലേറ്റ് എന്ന രാസപദാർത്ഥമാണ് അടങ്ങിയിരിക്കുന്നത്. അവ അന്തരീക്ഷത്തിലെ നീരാവിയുമായി പ്രവർത്തിച്ചുകൊണ്ടാണ് കട്ട പിടിക്കുന്നത്. എത്ര തന്നെ വരണ്ട അന്തരീക്ഷമാണെങ്കിൽ പോലും അല്പമെങ്കിലും നീരാവിയുടെ അംശം അവിടെ ഉണ്ടാകും. അതുമതി ഇവയ്ക്ക് പ്രവർത്തിക്കാൻ. ഈ പ്രക്രിയയ്ക്ക് കെമിക്കൽ അഡ്ഹഷൻ എന്ന് പറയുന്നു. അതുകൊണ്ട് സൂപ്പർ ഗ്ലൂവിന്റെ കണ്ടെയ്നറുകൾ നന്നായി അടച്ചു സൂക്ഷിച്ചില്ലെങ്കിൽ അവ കട്ടപിടിച്ച് ഉപയോഗശൂന്യമാകാനും സാധ്യതയുണ്ട്. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.